റംസാൻ മാസമായ മട്ടൻ ഹലീം കഴിക്കാനുള്ള ക്രേവിങ്സ് കൂടാറുണ്ട്. എല്ലാ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യം ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത് കോട്ടയ്ക്കിലുള്ള കുത്തുബ് ഷായുടെ ഫുഡ് സ്ട്രീറ്റിലായിട്ടാണ്. ഇന്നത്തെ വീഡിയോ നല്ല ഒതൻറ്റിക് മട്ടൻ ഹലീമിനെ കുറിച്ചിട്ടാണ്. സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് വണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ. തൃശ്ശൂർ പൊതുവേ മട്ടൻ ഹലീം കിട്ടുന്ന സ്പോട്ട് വളരെ കുറവാണ്. ഇനി കിട്ടണതായാലും ഇത്രയ്ക്കൊരു ഒതൻറ്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടാറില്ല. ലൈക്ക് ഞാൻ ദുബായിലോ ഹൈദരാബാദോ പോയിട്ട് ഒതൻറ്റിക് മട്ടൻ ഹലീം കഴിച്ചിട്ടില്ല. പക്ഷെ ഇവിടുത്തെ മട്ടൻ ഹലീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് മട്ടൻ ഹലീം ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടുള്ളതാണ്. നന്നായി സ്ലോ കുക്ക് ചെയ്ത് നല്ല രീതിയിൽ കുറുകി വന്ന മട്ടൻ ഹലീം നല്ല രീതിയിൽ നട്ട്സൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ മോനെ, അടിപൊളിയാണ്. നിങ്ങളിത് കഴിക്കാൻ വേണ്ടി തൃശ്ശൂരിൽ നിന്ന് കോട്ടയ്ക്കൽ വന്നാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. കാരണം അത്രയ്ക്കും അടിപൊളിയാണ്. ഹലീമ് മാത്രമല്ല ഇവിടെ ഉള്ളത്, നമ്മളെ മുഗൾ രാജാക്കന്മാരുടെ ഇഷ്ടഭക്ഷണമായ ഷാഹി തുക്ടയും ഇവിടെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഷാഹി തുക്ട അത്രയ്ക്ക് നന്നായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്രാവശ്യം ഇവർ ടർക്കിഷ് മൊഹല്ലബി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു നല്ല മാംഗോ വെച്ചിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ആൻഡ് ഷാഹി തുക്ട വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ഇവരുടെ മൊഹല്ലബി ആയിരുന്നു കേട്ടോ. ആൻഡ് ഇറാനി ചായ പിന്നെ ഹൈദരാബാദി ബിരിയാണി ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ എല്ലാതും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈദരാബാദി ബിരിയാണി ഒഴിച്ചിട്ട് ഞങ്ങൾ എല്ലാതും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈദരാബാദി ബിരിയാണി തീർന്നത് കൊണ്ടാണ് ഞങ്ങൾ ബിരിയാണി ട്രൈ ചെയ്യാഞ്ഞത്. ബാക്കിയെല്ലാം ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറാനി ചായക്ക് 20 രൂപയും 250 ഗ്രാം ഹലീമിന് 300 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. 1 കിലോന് 1200 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. മുഹല്ലബയ്ക്ക് 50 രൂപയും ഷാഹി തുക്ടയ്ക്ക് 30 രൂപയാണ് ഇവരിവിടെ ചാർജ് ചെയ്യുന്നത്. ലൈക്ക് ലൊക്കേഷൻ പറയാന്ന് വെച്ചാൽ നമ്മളെ കോട്ടയ്ക്കലിൽ പുത്തൂർ ബൈപ്പാസിൽ കിൻസുക്കി എന്ന് പറഞ്ഞിട്ടൊരു കഫേ ഉണ്ട്. അതിൻ്റെ തൊട്ട സൈഡിലായിട്ടാണ് കുറേ ഒരു ഫുഡ് സ്ട്രീറ്റ്. അതിലൊരു സ്ട്രീറ്റാണ് കുത്തുബ് ഷായുടെ ഔട്ട്ലെറ്റായിട്ട് അവർ ഇട്ടിട്ടുള്ളത്. ആൻഡ് നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രീറ്റ് ഫുഡ് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. റംസാൻ മാസമായ പൊതുവെ ട്രെൻഡിങ് ആവാറുള്ള ഉപ്പിലിട്ട മാങ്ങ എന്ന് പറയാൻ പറ്റില്ല, കുറേ മുളകൊക്കെ വാരി തേച്ചിട്ടുള്ള മാങ്ങയും പൈനാപ്പിളിൻ്റെ സ്റ്റോളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ കുറേ വെറൈറ്റി ഓഫ് കുൽക്കി സർവത്തും കൊടം സോഡയും പിന്നെ കബാബ്സും ഒക്കെ നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ നൈറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊന്ന് ചില്ല് ചെയ്ത് പോകാൻ പറ്റും. അപ്പം എല്ലാവരും വന്നിട്ട് ഹലീം കഴിച്ചോളൂ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ബാക്കിയൊന്നിലും എനിക്ക് ഗ്യാരണ്ടി ഇല്ല. ഹലീം ഈസ് പക്കാ വർത്ത് ഇറ്റ്. എല്ലാവരും വന്ന് ട്രൈ ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം വണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ.